പേരൻസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ ആണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യുന്നത് അല്ലേ. അത് എങ്ങനെ ചെയ്യാമെന്ന് എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യാനാണ് പറയാറ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ ഏജിനനുസരിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതായത് ഒരു 2.5 വയസ്സുള്ള കുട്ടിയെ നമുക്ക് മാനേജ് ചെയ്യുന്നത് പോലെ 5 വയസ്സുള്ള കുട്ടിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യണം, ഇത്രേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും, അവരത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ അവരോട് വളരെ എംപത്തറ്റിക്കലി വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവരെക്കാളും ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സ്ക്രീൻ ടൈം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വളരെ എംപത്തറ്റിക്കലി ക്ഷമയോടെ കരുണയോടെ അവരെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് 1 മണിക്കൂർ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഫോൺ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീലിങ്സ് വരും, അതുപോലെ തന്നെയാണ് അവർക്കും. രണ്ടാമത്തേതാണ് നമ്മൾ സ്ക്രീൻ ടൈമിന് വേണ്ടി ക്ലിയർ കട്ട് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും കാണാം എന്നൊരു കോൺസെപ്റ്റ് ഇല്ലാണ്ടാക്കുക. അതായത് കിടക്കയിൽ കിടന്നിട്ടും സോഫയിൽ കിടന്നിട്ടും അങ്ങനെയൊന്നും കാണാൻ പാടില്ല. സ്ക്രീന് നിങ്ങൾ മൊബൈലൊന്നും കൊടുക്കാതെ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതിൽ കാണാൻ വേണ്ടി അനുവദിക്കുക. അത് മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു മോണിറ്ററിങ്, നിങ്ങളുടെ ഒരു കണ്ണെത്തുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് മാത്രം കാണുക എന്നുള്ളത്. പിന്നെ എത്ര നേരം കാണുന്നു അത് നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പറയാം 10 മിനിറ്റ് തരുള്ളൂ, 10 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടി ഓഫാക്കണേ, അതിൽ കൂടുതൽ കാണാൻ പാടില്ല കേട്ടോ, പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ കാണാം, അപ്പോൾ 10 മിനിറ്റാണേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കുട്ടിയോട് 10 മിനിറ്റ് ആയല്ലോ ഇനി ഓഫാക്കാമല്ലോ നമുക്ക് എന്ന് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയുടെ അടുത്ത് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ കുട്ടി ടാൻട്രംസ് കാണിക്കുകയാണെങ്കിൽ, വാശി കാണിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി പിടിച്ച് വാങ്ങുന്നതിന് പകരം ആദ്യം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഓഫാക്കിയാലും നമുക്കിവിടെ പോവാലോ, അപ്പോൾ പുറത്ത് പോവാലോ, നമുക്ക് കുറച്ച് നേരം കളിക്കാൻ, നമുക്ക് ഇത് കളിച്ചാലോ, ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്താലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും കൂടി കൊടുത്തിട്ട് അത് മെല്ലെ അവരെ കൊണ്ട് തന്നെ ഓഫാക്കിപ്പിക്കാൻ ശ്രമിക്കാം. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിയിട്ട് ഓഫാക്കുക. അവർ തന്നെ സ്വമേധയാ ഓഫാക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഓഫാക്കാൻ വേണ്ടി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ 3ാമത്തെ പോയിന്റ്. അവർ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ആ കുട്ടി വേഗം ഓഫാക്കിയല്ലോ, നല്ല കുട്ടിയാണല്ലോ, പറഞ്ഞ പോലെ ചെയ്തല്ലോ, ഇതിരിക്കട്ടെ, അങ്ങനെ റിവാർഡ് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അത് 3ാമത്തെ പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ബൗണ്ടറിയിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത് വീഡിയോസ് ആണ് കുട്ടികൾ ഈ കാണുന്നത് എന്നുള്ളത്. എല്ലാം കുട്ടികളുടെ ഷോസ് ആണെന്ന് കരുതി എല്ലാ വീഡിയോസും നമുക്ക് യൂസ്ഫുൾ അല്ല, നല്ലതല്ല. അപ്പം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രം കുട്ടികളെ കാണിപ്പിക്കുക. കുട്ടികൾ നല്ല കണ്ടന്റ്സ് ചൂസ് ചെയ്യാൻ കുട്ടികൾക്ക് നമ്മൾ ഗൈഡ് ചെയ്യാം. ഇനി 4ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ സ്ക്രീൻ ടൈം നമ്മൾ ശ്രദ്ധിക്കണം. പേരൻസിൻ്റെ, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരവരുടെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക, കുട്ടികളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ആണെങ്കിൽ, അപ്പോൾ ആ സമയത്ത് കുട്ടി വാശി പിടിക്കുകയാണ് ഫോണിലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം കൃത്യമായി കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അച്ഛനൊരു വർക്ക് ഉണ്ട് കേട്ടോ, ഇത് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എടുക്കുള്ളൂ, ഇത് ഫിനിഷ് ചെയ്താൽ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് കുട്ടിയുടെ കൂടെ കളിക്കാൻ വരുന്നതായിരിക്കും, അപ്പോൾ 10 മിനിറ്റ്സ് ഉള്ളൂ, ഇത് അച്ഛൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടല്ലേ ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ എന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുട്ടി നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോൾ പൊതുവേ പേരൻസ് ഫ്രസ്ട്രേഷൻസും ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോൺ മാറ്റി വെച്ച് കുട്ടിയുടെ മുഖത്ത് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൂടെ കളിക്കാനാണെങ്കിൽ നമ്മളത് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ലിറ്റിൽ ഹ്യൂമൻസിൻ്റെ വേൾഡാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ സമയത്ത് കാണിക്കുന്ന ആ ഒരു മോർ ഇമ്പോർട്ടൻസ് നമ്മൾ ഫോണിന് കൊടുക്കുന്ന സമയത്ത് അത് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ടൈമും നമ്മുടെ അറ്റൻഷനും നമ്മുടെ അഫെക്ഷനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് ഓർത്തിരിക്കുന്നതും ഈ കുഞ്ഞു കുട്ടികൾ, കുഞ്ഞു മക്കൾ മാത്രമാണ്. സോ അതെപ്പോഴും മനസ്സിൽ വെക്കുക. ബി എ റെസ്പോൺസിബിൾ പേരൻറ്റ്. താങ്ക് യു.